നമസ്കാരം. ഇന്ന് അദൃശ്യജാലകങ്ങൾ എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മൂവിയുടെ റിവ്യൂ അല്ല ഇത്. ഇത് ഈ സിനിമയുടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ചർച്ചകളിലൊക്കെ ഈ സിനിമ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഈ സിനിമ ഇന്നൊന്ന് കണ്ടതായിരുന്നു. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ കുറച്ച് ഡൗട്ട്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അദൃശ്യജാലകങ്ങളുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം ഡോക്ടർ ബിജു ആണ് ചെയ്തിരിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന കുറച്ച്, അല്ലെങ്കിൽ റോഡിൽ അവിടെ ഇവിടേക്കായിട്ട് കിടന്നുറങ്ങുന്ന, ബേസിക്കലി അങ്ങനെ തന്നെ പറയാം, കിടന്നുറങ്ങുന്ന കുറച്ച് ആളുകളെ പോലീസുകാർ വന്ന് തൂത്തുവാരിക്കൊണ്ട് പോവുകയാണ്. ഒരു 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 80s കാലഘട്ടത്തിലുള്ള ഒരു, നമ്മൾ പോലീസ് ഇടിവണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്ന കാലത്തുള്ള ആ തരത്തിലുള്ള ഒരു ട്രക്കിലാണ് ഈ ആളുകളെ പോലീസ് വന്ന് കൊണ്ടുവന്നത് ഒരു അസൈലത്തിലേക്കാണ്. അപ്പോൾ ആ അസൈലത്തിലെ ഇൻചാർജ് ഈ പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെ താമസിപ്പിക്കും, ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ പറയാണ്, എന്ത് ചെയ്യാനാ, വാർ വരാൻ പോവാണല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയറാണ് ഇതുപോലെ അലഞ്ഞു കിടക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പാർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് അസൈലത്തിലേക്കാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. കരുതൽ തടങ്കലോ അതുപോലുള്ള സ്ഥലത്തേക്കല്ല കൊണ്ടുവരിക്കുന്നത്, ഒരു അസൈലത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സിനിമയിൽ എവിടെയും ഈ വന്നിരിക്കുന്ന ആളുകൾ ഭ്രാന്തന്മാരാണ് അല്ലെങ്കിൽ അവർക്ക് മെൻ്റൽ ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ എവിടെയും സിനിമയിൽ കാണിക്കുന്നില്ല. അതിൽ ഒരു ഓവർ ആക്ടിങ് ചെയ്യുന്ന ഒരു അപ്പൂപ്പനുണ്ട്, അദ്ദേഹം മാത്രമേ എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് പിടിച്ചുകൊണ്ട് വന്ന് അസൈലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻചാർജ് ഇവിടെ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ ഈ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, എന്നാൽ കഴിഞ്ഞ തവണ പ്രൈം മിനിസ്റ്റർ വന്ന സമയത്ത് ഇതുപോലെ കൊണ്ടുവന്ന ആളുകളെ അതിൻ്റെ അകത്ത് കുറച്ച് ആളുകളെ റിലീസ് ചെയ്യൂ, എന്നിട്ട് ഇവരെ അക്കോമഡേറ്റ് ചെയ്യൂ എന്ന്. അപ്പോൾ തന്നെ എനിക്ക് ഒരു കോൺഫ്ലിക്റ്റ് തോന്നിയത്, അവരെയും ഇതുപോലെ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ആളുകളാണ്, അലഞ്ഞിരിഞ്ഞ് നടന്ന ആളുകളാണ്. അത് നമ്മൾ ഈ സിനിമയിൽ പിന്നീട് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ ടൊവിനോ. അപ്പോൾ ടൊവിനോ പിന്നീട് ഈ സിനിമയിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം വെറുതെ റോഡിലൂടെ നടന്നു പോവുമായിരുന്നു, അന്നേരം വന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്ന്. എന്നിട്ട് ഈ അസൈലത്തിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അയാളെ പലതവണ ഷോക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ടൊവിനോ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 10-15 ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് പകരമായിട്ട് മുന്നേ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ആളുകളെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അവരെങ്ങോട്ടായിരിക്കും സ്വാഭാവികമായും പോവുക? തിരിച്ച് റോഡിലേക്ക് തന്നെ ആയിരിക്കും. അവർക്ക് വീടില്ലാത്തിരുന്നതുകൊണ്ടാണല്ലോ അവർ റോഡുകളിൽ കിടന്നിരുന്നത്, അല്ലെങ്കിൽ അലഞ്ഞു നടന്നിരുന്നത്. അപ്പൊ അവർ റിലീസ് ചെയ്യുമ്പോൾ അവരെങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? പിന്നെയും റോഡിലേക്ക് തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ എന്ത് സെൻസാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പ്രധാനമന്ത്രി വന്നിരുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് വന്നിരുന്ന ആ സെറ്റ് ഓഫ് ആളുകളിൽ നിന്ന് കുറച്ച് പേരെ റിലീസ് ചെയ്യുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ടൊവിനോ. അങ്ങനെ ടൊവിനോ തിരിച്ച് നേരെ ടൊവിനോ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോവാണ്. വീടെന്ന് പറയാൻ പറ്റില്ല, അത് ഒരു ബോഗിയാണ്, പണ്ടത്തെ ഒരു ട്രെയിനിന്റെ ബോഗി. 2 ബോഗികളുണ്ട്, അതിലൊരു ബോഗിയിലാണ് ടൊവിനോ താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങോട്ടേക്കാണ് ടൊവിനോ തിരിച്ചു ചെല്ലുന്നത്. പുള്ളി അന്നേരം കാണുന്നത് തൊട്ടടുത്ത ബോഗിയിൽ നിമിഷ സജയൻ അവിടെ താമസമാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ എൻ്റെ വേറൊരു ചോദ്യം, എങ്ങനെയാണ് ഈ മലയുടെ മുകളിൽ ഈ 2 ബോഗി വന്നതെന്നുള്ളതാണ്. പണ്ടങ്ങാണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നിൽക്കുന്ന 2 ബോഗി പോലെയാണ് കിടക്കുന്നത്. അപ്പൊ ഈ സിനിമയിൽ പലതവണ പിന്നീട് പറയുന്നുണ്ട്, ഇത് പഴയ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള ബോഗിയായിരുന്നു എന്നുള്ളത്. എന്നാൽ ഈ 2 ബോഗിയും ട്രെയിനിന്റെ വീലും അല്ലാതെ വേറെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. റെയിൽവേ ട്രാക്കോ അല്ലെങ്കിൽ സ്റ്റേഷന്റെ ശേഷിപ്പുകളോ ഒരു സാധനങ്ങളും അവിടെ പ്ലേസ് ചെയ്തിട്ടില്ല. തന്നെയല്ല, ഉള്ളൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആളുകൾ താമസിക്കാത്ത ഈ മലയുടെ മുകളിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉണ്ടാവുക? ആളുകൾ കൂടുതലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഉള്ള സ്ഥലത്തോ ആയിരിക്കണം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് യൂഷ്വലി റെയിൽവേ സ്റ്റേഷൻസ് വരുന്നത്. ഇത് ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നായിരിക്കണം. അതിന്റെ ശേഷിപ്പായിട്ട് 2 ബോഗികൾ. അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഡോക്ടർ ബിജു ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ സിനിമ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഒരു യുദ്ധം വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു യുദ്ധം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളെയും സ്ത്രീകളെയും
അശരണരായിട്ടുള്ള ആൾക്കാരെയും, അതായത് ഭൂമിയില്ലാതെ തെരുവിൽ നടക്കുന്ന ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഡോക്ടർ ബിജു പറയുന്നുണ്ട്. എന്നിട്ട് ഈ സിനിമയിൽ അതുപോലെ ഏത് കാറ്റഗറി ഓഫ് ആളുകളെയാണ് ഈ യുദ്ധം വന്നതിന്റെ പേരിൽ അവരെ അഫക്റ്റഡ് ആയി എന്നുള്ള രീതിയിൽ പ്രതിപാദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഒരു സീനിലും ആളുകൾക്ക് അങ്ങനെ ഒരു ആശങ്കയുള്ളതായിട്ട് കാണുന്നില്ല. യുദ്ധം വരാൻ പോകുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ യുദ്ധം വരാൻ പോകുന്നതിന്റെ ഒരു ആശങ്കയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആളുകൾ തയ്യാറെടുക്കുന്നതായിട്ടോ ഒന്നും തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നില്ല. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്നതും പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതുമായിട്ടുള്ള ആൾ എന്ന് പറയുന്ന ഒരാളാണ്. അത് നിമിഷ സജയനാണ്. വേറെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ, സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ അവിടെ കാണിക്കാനായിട്ട് ഒരു സ്ത്രീയെയും വേറെ ഞാൻ കണ്ടില്ല. വേറെ സ്ത്രീകളുടെ ഒരു പ്രശ്നം അതിനകത്ത് കാണിക്കുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, അവിടെയും പ്രോസ്റ്റിറ്റ്യൂട്ടിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉള്ളതായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട് വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്ന ഒരാളാണ്. അവർക്ക് ആവശ്യത്തിന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എസ്പെഷ്യലി ഈ വാറിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഫാക്ടറിയിലെ ജീവനക്കാര്, അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കസ്റ്റമേഴ്സ്. അപ്പം പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഒരു ബുദ്ധിമുട്ട് ആ സിനിമയിൽ വന്നതായിട്ട് അതിന്റെ ക്ലൈമാക്സിൽ അവള് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ അവളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നിടത്ത് മാത്രമേ പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഒരു ബുദ്ധിമുട്ട് വന്നതായിട്ട് ഞാൻ ഈ സിനിമയിൽ കണ്ടുള്ളൂ. ഈ സിനിമയുടെ തുടക്കത്തിൽ പോലീസുകാർ വന്ന ആ വാഹനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഏകദേശം 1980s കാലഘട്ടത്തിൽ പോലീസുകാർ ഉപയോഗിച്ചിരുന്ന ഒരു ട്രക്കും കൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ സിനിമ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ്. പക്ഷെ പോകെ പോകെ ഈ സിനിമയിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വണ്ടികൾ വരെ വന്നു പോകുന്നുണ്ട്. മഹീന്ദ്ര താറും ഇന്നോവയും എല്ലാ വണ്ടികളും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ബാൻഡിന്റെ ഒരു സംഗീത നിശയും കാണിക്കുന്നുണ്ട്. അതിൽ ലേസർ ബീമും ഡിജിറ്റൽ ഡിസ്പ്ലേ സഹിതം എല്ലാ മോസ്റ്റ് മോഡേൺ ആക്ടിവിറ്റീസും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഏത് കാലഘട്ടത്തിലുള്ള സിനിമയായിരുന്നു? അതൊരു ഡൗട്ടാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറെ കൺഫ്യൂസ്ഡ് ആയി കുറെ കോൺഫ്ലിക്ട്സും തലയിൽ വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ കണ്ട് അവസാനിപ്പിക്കാൻ സാധിച്ചത്. എത്രയോ നല്ല അവാർഡ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതെല്ലാം എൻജോയ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മനുഷ്യന്റെ ബുദ്ധിയെ പരീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഇതുപോലുള്ള ചില സിനിമകൾ അതെന്തിനു വേണ്ടിയിട്ടാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും ഒരു സംശയമാണ്. കഴിയുമെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ സൃഷ്ടിക്കുന്ന ആളുകൾ പ്രേക്ഷകന്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടുകൂടി ഇതൊന്ന് കാണാൻ ശ്രമിക്കുക. അവരുടെ ഒരു ആത്മസന്തോഷത്തിനും ആത്മനിർവൃതിക്കും വേണ്ടിയിട്ട് മാത്രം ആർട്ട് ഫോംസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിലീസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് കാണാൻ പാകത്തിന് അവർ എടുത്ത് പ്രൊജക്ടറിൽ കണ്ടാൽ മാത്രം പോരെ. എന്തിനാണത് റിലീസ് ചെയ്ത് മറ്റുള്ളവരുടെ സമയവും ക്ഷമയും നശിപ്പിക്കുന്നത്? ഇതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വേറൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.